ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിൽ അനീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇങ്ങനെ ചിത്രങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കിടിലൻ വീഡിയോ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ അഥവാ ഈ ഒരു ചിത്രങ്ങൾ കൊണ്ടുള്ള ഒരു സ്ലൈഡ് ഷോ ഞാൻ കൈൻമാസ്റ്ററിലാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സെറ്റിംഗ് ആണ് പരിചയപ്പെടുത്തുന്നത്. സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം എഡിറ്റിംഗ് പാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫോൾട്ട് ഡ്യൂറേഷൻ ഓഫ് എ ഫോട്ടോ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ. നമ്മൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിലുള്ള ചിത്രങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇടുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ, അത് എത്ര സമയം വരെ ആ ഒരു ചിത്രം നിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മുഖേന സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4 സെക്കൻഡാണ് സെറ്റ് ചെയ്യുന്നത്. ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു അവസരത്തിൽ വളരെയധികം ഉപകാരമുള്ള ഒരു സെറ്റിംഗ് ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. പിന്നീട് നമുക്ക് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായി സെന്ററിലെ റൗണ്ടിൽ ഒന്ന് തൊടുക. ഒരു വീഡിയോ നമ്മൾ ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടുന്നതിനായിട്ട് 16:9 എന്ന റേഷ്യോ ആണ് എടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ചെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് 16:9 എന്ന റേഷ്യോ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം മീഡിയ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മുഖേന നമുക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഇതിലോട്ട് ഇടാൻ നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായി മനസ്സിലാവുന്നതിനായി നമുക്ക് ഈ ഒരു എഡിറ്റിങ്ങിനെ 5 സ്റ്റെപ്പുകളാക്കി തിരിക്കാം. സ്റ്റെപ്പ് നമ്പർ 1, അറേഞ്ച്. ഞാനിപ്പോൾ ഇവിടെ 5 ചിത്രങ്ങളാണ് ഈ ഒരു ടൈം ലൈനിലേക്ക് ഇട്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ചിത്രമാണ് ആദ്യം വരേണ്ടത്, അതുപോലെ തന്നെ ഏത് ചിത്രമാണ് അവസാനം വരേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതുപോലെ ചിത്രങ്ങളെ അറേഞ്ച് ചെയ്യുകയും ചെയ്യലാണ്. ഈ ഒരു സിറ്റിന്റെ ഇമേജ് എനിക്ക് അവസാനത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോന്റെ ആദ്യ ഭാഗത്തിലേക്ക് ഈ ഒരു സിറ്റിന്റെ ഇമേജ് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ചിത്രത്തിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിത്രം ഫസ്റ്റിൽ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ ഇമേജസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, യൂസ് കളർ ഫിൽട്ടർ. നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ ഫോട്ടോസിന് നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാൻ ഡാർക്ക് തീമിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനായി ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയും കളർ ഫിൽട്ടർ എന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. പക്ഷേ ചില ഓപ്ഷൻസിന്റെ മേലെ നമുക്ക് മഞ്ഞ ഐക്കൺ കാണാൻ കഴിയും. അതിനർത്ഥം എന്നത് പ്രീമിയം ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമാണ് അത്തരം ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണയായി പ്രീമിയം ആയിട്ട് കൈൻമാസ്റ്റർ നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പൈസ കൊടുക്കാതെ തന്നെ എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള എന്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ആ ഒരു വീഡിയോ കാണുക. വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല കുറേ ഫീച്ചേഴ്സ് നമുക്ക് പ്രീമിയം കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് പ്രീമിയം ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തത്. ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് ഞാൻ വിവിഡ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ വിനറ്റും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ലൊരു ഡാർക്ക് ഫീൽ ഈ ഒരു ഫോട്ടോന് കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 3, മൂവ് ദ ഇമേജ്. ഈ ഒരു ചിത്രം അനങ്ങാതെ നിൽക്കുന്നതിന് പകരം കുറച്ചൊന്ന് ഉള്ളിലോട്ട് സൂം ആവുകയോ അതുപോലെ തന്നെ സൂം ഔട്ട് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് പാനലിൽ സെക്കൻഡ് ഓപ്ഷനായ പാൻ ആൻഡ് സൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് പൊസിഷൻ ആയിരിക്കും അതിൽ കാണിക്കുക. സ്റ്റാർട്ട് പൊസിഷനിൽ നമ്മുടെ ചിത്രം എന്നത് ഫുൾ സ്ക്രീൻ അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എൻ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുകയും ചിത്രത്തെ കുറച്ച് സൂം ചെയ്യുകയും ചെയ്യുക. വെറുതെ ഈ ഒരു ചിത്രം സ്റ്റില്ലായി നിൽക്കുന്നതിന് പകരം ഈ ഒരു മൂവ്മെന്റ് എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ നമുക്ക് സ്റ്റാൻഡേർഡ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 4, ആഡിങ് ടെക്സ്റ്റ്. ഇനി നമ്മൾ ഇതിൽ ഒരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനായി ലെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സിറ്റി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റുന്നതിനായി റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് പാനലിൽ എ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ധാരാളം ഫോണ്ട്സ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു സിറ്റി എന്നത് കുറച്ചുകൂടി ചെറുതാക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് ഇതിന്റെ കളർ മാറ്റുന്നതിനായി ആ സെറ്റിംഗ്സ് പാനലിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മുഖേന നിങ്ങൾക്ക് കളർ മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വൈറ്റ് തന്നെയാണ് വെക്കുന്നത്. അതിനുശേഷം ആ ഒരു പാനലിൽ തന്നെ കുറച്ച് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഓപ്ഷൻ എന്ന ഫീച്ചറാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതെല്ലാം. അതിനുശേഷം ഞാൻ എഴുതിയ ടെക്സ്റ്റിന്റെ പുറംവശത്തു കൂടി ഒരു ഔട്ട്ലൈൻ ഇടുകയാണ്. അതിനായി ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണ്ടിനനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഗ്ലോ എന്ന എഫക്റ്റ് അതിന്റെ തൊട്ടടിയിൽ തന്നെ കാണാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് ഓൺ ആക്കിയതിനു ശേഷം ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യുക. ഈ ഒരു ഗ്ലോയിങ് എഫക്റ്റിൽ തന്നെ അതിന്റെ അടിയിലായി സ്പ്രെഡും അതുപോലെ തന്നെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ഫോണ്ട് കുറച്ചൊന്ന് ബോൾഡ് ഫോണ്ടാണ്. ഈ ഒരു ബോൾഡ് ഫോണ്ട് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫാൻസി ഫോണ്ടാണ് ഞാൻ നോക്കുന്നത്. ഇതിലുള്ള ഫോൺസ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടോപ്പ് റൈറ്റിലുള്ള ആ ഒരു സ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മുഖേന ധാരാളം ഫോൺസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ഇഷ്ടമുള്ള ഫോൺസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഞാനിവിടെ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണ്ടാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസ് കുറച്ചുകൂടി കൂട്ടിയാൽ നന്നായിരിക്കും. ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ അനിമേഷൻ അതുപോലെ തന്നെ ഔട്ട് അനിമേഷൻ. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നതിനായി സെറ്റിംഗ്സ് പാനലിൽ തന്നെ ഇൻ അനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ സെലക്ട് ചെയ്യുക. അടിയിലായി സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫേഡ് എഫക്റ്റ് 1.5 സ്പീഡിലാണ് വെക്കുന്നത്. ഇൻ അനിമേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടിയിലുള്ള ഔട്ട് അനിമേഷനും ആഡ് ചെയ്യുക. അതിലും ഇതുപോലെ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാവും. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫേഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചിത്രത്തിന്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 5, റിപ്പീറ്റ് ദിസ് സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലിപ്പിൽ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്തത് അതെല്ലാം നമ്മൾ മറ്റുള്ള ക്ലിപ്പിലും എഡിറ്റ് ചെയ്യലാണ്. അപ്പം അതിനായിട്ട് ഓരോ ക്ലിപ്പും എടുത്തതിന് ശേഷം അതിന്റെ കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനറ്റും ആഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്ലിപ്പിന്. അതിനുശേഷം നമ്മൾ പാൻ ആൻഡ് സൂം എന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനായി വീണ്ടും നമ്മൾ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ടോപ്പ് ലെഫ്റ്റിലായിട്ട് ആ ഒരു 3 ഡോട്ടിൽ തൊടുകയും ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ കിട്ടും. അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയും റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയും ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു ടെക്സ്റ്റിന്റെ ഇൻ അനിമേഷനും അതുപോലെ തന്നെ ഔട്ട് അനിമേഷനും ഞാനൊന്ന് മാറ്റുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഗ്ലോ എഫക്റ്റിന്റെ കളർ ഒന്ന് മാറ്റുകയാണ്. ബാക്ക്ഗ്രൗണ്ടിന് അനുയോജ്യമായ ഒരു കളറാണ് വെക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതിനായി സെറ്റിംഗ്സ് പാനലിൽ തന്നെ ഏറ്റവും മുകളിലായി കീബോർഡിന്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ വില്ലേജ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ക്ലിപ്പും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ക്ലിപ്പ് എഡിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമാവധി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ഫുൾ സ്ക്രീൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാൻ ആൻഡ് സൂം എന്ന ഫീച്ചർ എടുക്കുകയും അതുപോലെ തന്നെ സ്റ്റാർട്ട് പൊസിഷൻ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു റെക്ടാങ്കിൾ ആണ് സ്ക്രീനിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിന്റെ പരമാവധി ഫുള്ളായിട്ട് ഇമേജ് നിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ തേർഡ് ക്ലിപ്പിന് പാൻ ആൻഡ് സൂം ഫീച്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടെക്സ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യുന്നതിനായി നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത മാതിരി ഇതിലും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളുടെ ബാക്കിയുള്ള ചിത്രങ്ങളിലും കൂടെ ഇതുപോലെ നമ്മൾ ചെയ്യുക. A few moments later. നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഫസ്റ്റ് ക്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ സെക്കൻഡ് ക്ലിപ്പും ഷാർപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുന്നതിനായി നമുക്കൊരു ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. അതിനായി നമ്മൾ പ്ലസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൈൻമാസ്റ്ററിൽ തന്നെ ധാരാളം ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. ഇതിലുള്ള ട്രാൻസിഷൻസിന് പുറമെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഗെറ്റ് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇതിൽ ധാരാളം ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സ്ലൈഡ് ഷോക്കായി ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രാക്കുള റൈസിംഗ് എന്ന ട്രാൻസിഷൻ ആണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വീഡിയോക്ക് ആ ഒരു ട്രാൻസിഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റുള്ള ചിത്രങ്ങൾക്കും ഈ ഒരു ട്രാൻസിഷൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ നമ്മളൊരു ഫേഡ് ഇൻ എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഫേഡ് ഇൻ എഫക്റ്റ് കൊടുക്കുന്നതിനായി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ വീഡിയോ ഫേഡ് ഇൻ എന്ന ഓപ്ഷൻ
ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതിനുശേഷം അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ വോയിസ് ഓവറിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വോയിസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നതിനായി റൈറ്റ് സൈഡിലുള്ള ഓഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മുഖേന നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മ്യൂസിക് ഒക്കെ ഒന്ന് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മ്യൂസിക്കിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് വെക്കുക. ഈ ഒരു മ്യൂസിക് തന്നെ എക്സസ് ആയി കിടക്കുന്ന പാർട്ടെല്ലാം റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് പാനലിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ വീഡിയോന് ഫേഡ് ഇൻ എഫക്ട് കൊടുത്ത പോലെ തന്നെ ഓഡിയോനും കൊടുക്കാം. അതിനായി ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും ഓഡിയോ എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഓഡിയോ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ടോപ്പ് റൈറ്റ് കോർണറിലുള്ള എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം അതിലുള്ള സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 720p വിത്ത് 30 FPS ആണ് കൊടുത്തിരിക്കുന്നത്. ശേഷം എക്സ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചിത്രങ്ങൾ കൊണ്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിനായി ഇത്രമാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ചിത്രങ്ങൾ കൊണ്ടുള്ള കിടിലൻ വീഡിയോ എന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മനോഹരമായ ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിൽ അനീസ്. ബൈ.